ഇപ്പൊ കാണാൻ പറ്റുന്നു. ഓക്കെ, നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഗിരീഷ് കർണാടിന്റെ ഫയർ ആൻഡ് ദ റെയിൻ ആണ്. ഓക്കെ, ഫയർ ആൻഡ് ദ റെയിൻ. എന്നിട്ട് നമുക്ക് ഇത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യേണ്ട ഒരു പ്ലേ ആണ്. ഗിരീഷ് കർണാട് വാസ് ആൻ ആക്ടർ, film director, Kannada writer, playwright, and Jnanapith awardee who predominantly worked in South Indian cinema and Bollywood. He rise as a playwright in 1960s marked the coming of age of modern Indian playwriting in Kannada. ഒരു കന്നഡ റൈറ്ററാണ് ഗിരീഷ് കർണാട്, ബോളിവുഡ് റൈറ്ററാണ്, ജ്ഞാനപീഠ അവാർഡ് വിന്നറാണ്, പ്ലേ റൈറ്റും ഡയറക്ടറും ആക്ടറും നിലയിലൊക്കെ പ്രശസ്തനാണ് അദ്ദേഹം. He was conferred Padma and Padma Bhushan by Government of India and won 4 Filmfare Awards. He was a presenter for a weekly science magazine program called Turning Point that aired on Doordarshan in 1991. ദൂരദർശനിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ പ്രസന്ററായിട്ടും അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ നോട്ടബിൾ പ്ലേസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഹിസ് നോട്ടബിൾ പ്ലേസ് ഇൻക്ലൂഡ് യയാതി, തുഗ്ലക്, ഹൈവദന, നാഗമണ്ഡല, തലേദണ്ഡ ആൻഡ് അഗ്നിമട്ടു മാല. ഇത് നിങ്ങൾ നെറ്റിന് പഠിക്കുന്നവരൊക്കെ ശ്രദ്ധിച്ച് നോക്കുക. യയാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ സ്റ്റോറി ഓഫ് കിങ് യയാതി, വൺ ഓഫ് ദി ആൻസിസ്റ്റേഴ്സ് ഓഫ് പാണ്ഡവ ഹു വാസ് cursed into premature old age by his preceptor ശുക്രാചാര്യ who was incensed at Yayadi's infidelity. സോ ഈ പറയുന്ന യയാതിയുടെ കാര്യം എന്ന് വെച്ചാൽ പ്രിമച്ചർ ഓൾഡ് ഏജ് വന്നിട്ടുള്ള അദ്ദേഹത്തിന് ശുക്രാചാര്യന്റെ കേസ് കൊണ്ട് പറ്റിയിട്ടുള്ള ഒരു വ്യക്തിയാണ് യയാതി. അദ്ദേഹം പാണ്ഡവന്മാരുടെ ആൻസിസ്റ്റർ ആണ്. സോ യയാതിയുടെ കഥ പറയുന്നതാണ് യയാതി എന്ന് പറയുന്ന സ്റ്റോറി, ഡ്രാമ. ദെൻ തുഗ്ലക് എന്ന് പറയുന്ന ഡ്രാമ വരുന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക്, തുഗ്ലക്കിനെ പറ്റിയിട്ടുള്ള ഒരു അലിഗോറിക്കൽ സ്റ്റഡിയാണ്. അതിൻ്റെ അകത്ത് നെഹ്റുവിയൻ ഇറയിലെ അലിഗോറിക്കൽ ഫാക്ടേഴ്സും വരുന്നുണ്ട്. ദെൻ ഹയവദന എടുത്തു കഴിഞ്ഞാൽ തോമസ് മാന്റെ ട്രാൻസ്പോസ്ഡ് ഹെഡ്സ് എന്ന് പറയുന്ന നോവലയിൽ നിന്ന് ഉള്ള തീം ബേസ് ചെയ്തിട്ടാണ് ഹൈവദന ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, ക്ഷത്രഗൃഹ, അതുപോലെ തന്നെ 11th സെഞ്ചുറി സാൻസ്ക്രിറ്റ് ടെക്സ്റ്റായ ക്ഷത്രഗൃഹ എടുത്തിട്ട് അതിൻ്റെ ഫോക്ക് തിയേറ്റർ ഫോമായ യക്ഷഗാനയും കൂടെ എംപ്ലോയ് ചെയ്തിട്ടാണ് ഹൈവദന ഫോം ചെയ്തിട്ടുള്ളത്. ദെൻ കംസ് ടു നാഗമണ്ഡല. നാഗമണ്ഡല ഈസ് അതർവൈസ് കാൾഡ് പ്ലേ വിത്ത് കോബ്ര. ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി, അതിൻ്റെ കഥ ഇതാണ്. ആ പെൺകുട്ടി എന്ത് ചെയ്യുന്നു? അവൾ വിവാഹം കഴിക്കുന്നു. വിവാഹം കഴിച്ച് വീട്ടിൽ കൊണ്ടുവരുമ്പോഴാണ് അറിയുന്നത് അവൾ വിവാഹം കഴിച്ച വ്യക്തിക്ക് മറ്റൊരു ഭർത്താവിന് മറ്റൊരു കൊങ്കുബൈൻ ഉണ്ട്, മീൻസ് ഒരു മിസ്ട്രസ് ഉണ്ടെന്ന് അറിയുന്നത്. അവളുടെ ഭർത്താവ് എല്ലാ ദിവസവും രാത്രി ഇവളെ വീട്ടിലിട്ട് പൂട്ടിയതിന് ശേഷം ഈ കൊങ്കുബൈൻ്റെ അടുത്തേക്ക് പോകും. അങ്ങനെ ഒരു അമ്മൂമ്മ വീട്ടിലേക്ക് വരികയാണ്. എന്നിട്ട് ഇവളുടെ ദുഃഖം കണ്ടിട്ട് ആ സ്ത്രീ ഒരു വേര് കൊടുക്കണം. വേര് കൊടുത്തിട്ട് പറയാം, നീ ഇത് പാചകം ചെയ്ത് കറിക്കകത്ത് ഇട്ട് പാചകം ചെയ്ത് അയാൾക്ക് കൊടുക്കണം. ആ കറി കൂട്ടുമ്പോഴത്തേക്ക് ഇയാൾക്ക് നിന്നോട് എന്തെങ്കിലും ആഗ്രഹം തോന്നും. അങ്ങനെ ഇയാൾക്ക് കറി വെച്ച് കൊടുക്കുകയാണ്. ആ കറി വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ഇയാൾക്ക് ആ കറി ഇഷ്ടപ്പെടാതെ അയാൾ അതെടുത്ത് എന്ത് ചെയ്യും? അവിടെ കാണുന്ന ഒരു കൂനയിലേക്ക് കയറി, ഒരു മൺകൂനയിലേക്ക് കയറി. ആ മൺകൂനയിൽ ഒരു പാമ്പ് വസിക്കുന്നുണ്ടായിരുന്നു, ഒരു കോബ്ര. ആ കോബ്ര ഈ കറി ഭക്ഷിക്കുകയും കോബ്രയ്ക്ക് ഈ പെൺകുട്ടിയിൽ അനുരക്തനാവുകയും ചെയ്തു. അങ്ങനെ കോബ്രയ്ക്ക് ഈ പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നു. കോബ്ര എന്ത് ചെയ്യുന്നു? ഇയാള് വീട് വിട്ട് പോയി കഴിഞ്ഞതിന് ശേഷം കോബ്ര ജനലിൽ കൂടെ വന്ന് നോക്കുമ്പോൾ ഈ കരഞ്ഞിരിക്കുന്ന ഇവളെ കാണുന്നു. അന്നേരം ഈ കോബ്രയ്ക്ക് കാര്യമെല്ലാം മനസ്സിലാവും. കോബ്ര ഈ പറയുന്ന ഇവളുടെ ഭർത്താവിന്റെ രൂപം സ്വീകരിക്കുകയും അങ്ങനെ എല്ലാ ദിവസവും രാത്രിയിൽ ഇവളുമായിട്ട് ഇണചേരുകയും ചെയ്യും. അന്നേരം ഇവൻ രാവിലെ വരുമ്പോഴത്തേക്ക് ഇവനിക്ക് പ്രത്യേകിച്ചും തോന്നുന്നില്ല, പഴയതുപോലെ ഇവൾക്ക് ദുഃഖമൊന്നുമില്ല, ഇവൾ സന്തോഷവതിയാണ്. താൻ വരുമ്പോൾ വളരെ സ്നേഹമായിട്ട് സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ അവന് ഭയങ്കര എന്തുവാ പറയാ, സസ്പീഷ്യസ് ആവുന്നു. അങ്ങനെ സസ്പീഷ്യസ് ആയിട്ട് ഒരു ദിവസം രാത്രി ഇവൻ ഒളിഞ്ഞിരിക്കുമ്പോഴത്തേക്കാണ് ഇവൻ കാണുന്നത് ഇവളുടെ അടുക്കലേക്ക് ഇവന്റെ രൂപത്തിൽ മറ്റൊരാൾ വരുന്നു. അങ്ങനെ ഇവനെ സ്വീകരിച്ചു കൊണ്ടുപോകുന്നു. അങ്ങനെ അവർ കയറി ആക്രമിക്കുന്നു. അന്നേരം പെട്ടെന്ന് തന്നെ എന്ത് പറ്റുന്നു? ഈ പാമ്പ് ആ മനുഷ്യ രൂപത്തിൽ നിന്ന് മാറി പാമ്പായിട്ട് എഴഞ്ഞു പോകുന്നു. അങ്ങനെ ഇവൾക്ക് മനസ്സിലാകുന്നു തൻ്റെ അടുത്ത് വന്നത് ആരുമല്ല, കോബ്രയാണെന്ന് മനസ്സിലാവും. പിന്നീട് ഇവളെ ദേശവിചാരത്തിന് വിധേയമാക്കുന്നതും ഇവളുടെ പറയാണ്, നീ കള്ളമാണ് പറഞ്ഞെങ്കിൽ
നിന്നെ ഈ കോബ്ര കുത്തട്ടെ, അവിടെ ഒരു മൺകൂനയുണ്ട്, അതിൻ്റെ ഉള്ളിൽ കോബ്രയുണ്ട്. സോ നീ ഒരു പരുപുരുഷനെ പ്രാപിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ നിന്നെ ഈ കോബ്ര കുത്തും, നീ പറയുന്ന സത്യമല്ലെങ്കിൽ കോബ്ര കുത്തും എന്ന് പറഞ്ഞു. അങ്ങനെ അവളുടെ കൈ ആ പറയുന്ന ചിതൽ പുറ്റിന്റെ അകത്തേക്ക്, ആ പാമ്പിന്റെ പുറ്റിന്റെ അകത്തേക്ക് ഇട്ടു കൊടുക്കുകയാണ്. പക്ഷെ തന്റെ പ്രിയതമയാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ പറയുന്ന പാമ്പ് അവളെ കടിക്കുന്നില്ല. അങ്ങനെ അവളുടെ പാതിവൃത്യം അവിടെ തെളിയിക്കുകയാണ്. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് പറയുകയാണ്, എന്റെ ഭർത്താവിനെ എനിക്ക് തിരികെ വേണം. അങ്ങനെ ഇയാളുടെ മനസ്സ് മാറുകയാണ്, തന്റെ ഭാര്യ പരിശുദ്ധയാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ കൊങ്കുബൈനെ ഉപേക്ഷിച്ച് ഇവളുടെ അടുത്തേക്ക് വരികയാണ്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന വെച്ചാൽ ഇവളുടെ മുടികൾക്കിടയിലേക്ക് ഈ പറയുന്ന പാമ്പ് ചെന്ന് കയറുകയാണ്. എന്നിട്ട് ആ മുടികൾക്കിടയിൽ കിടന്ന് ശ്വാസം മുട്ടി ആ പാമ്പ് അവിടെ തന്നെ മരിച്ചു വീഴുകയാണ്. തന്റെ ഭർത്താവ് കാണാതെ ഈ പാമ്പിനെ ഒളിപ്പിച്ച് കിടത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, അവിടെ മുടികൾക്കിടയിലേക്ക് പാമ്പിനെ തിരികെ കയറ്റുന്നു. പക്ഷെ പാമ്പ് അവിടെ കിടന്ന് ചത്തു പോകുന്നതാണ് നാഗമണ്ഡല എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്ലേ. ഓക്കെ, ഈ പ്ലേക്കാണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി അവാർഡ് ഫോർ ദ മോസ്റ്റ് ക്രിയേറ്റീവ് വർക്ക് 1989 നേടിയിട്ടുള്ള. ഇതിന്റെ ആ ഒരു തീം വന്നിട്ടുള്ള ആ മിത്ത് പറഞ്ഞു കൊടുത്ത എ.കെ. രാമാനുജന് വന്ന് ഓർത്തിരിക്കുക. എ.കെ. രാമാനുജൻ ഒരു കൺഫെഷണൽ പോയറ്റ് ആണ്, ഓർത്തിരിക്കുക. തലേദണ്ഡ മീൻസ് ഡെത്ത് ബൈ ബിഹെഡിങ്. ഓക്കെ, ഇതെന്ന് പറയുന്ന വീരശൈവിസം എന്ന് പറയുന്ന ഒരു റാഡിക്കൽ പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്ന ഒരു റിഫോം മൂവ്മെന്റ് ആയിരുന്നു 12th സെഞ്ചുറിയിൽ കർണാടകയിൽ ഉത്ഭവിച്ച റിഫോം മൂവ്മെന്റ് ആണ്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് ആണ് തലേദണ്ഡയിൽ അല്ലെങ്കിൽ ഡെത്ത് ബൈ ബിഹെഡിങ് എന്ന് പറയുന്ന ഡ്രാമയിൽ പറഞ്ഞിട്ടുള്ളത്. ദെൻ കംസ് അഗ്നിമട്ടുമാലേ അല്ലെങ്കിൽ ദ ഫയർ ആൻഡ് റെയിൻ. അതിൻ്റെ അകത്താണ് നമ്മൾക്ക് പഠിക്കാനുള്ള പ്ലേ ആണ് അഗ്നിമട്ടുമാലേ. Here, the Yavakri, which appears in Mahabharata's forest canto, is the inspiration for the play. Okay. Then comes to play's theme and the story. നമുക്ക് ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ പ്ലേയില് പറഞ്ഞിട്ടില്ല, നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടില്ല. സോ നമ്മൾ നോക്കുവാണെങ്കിൽ ക്യാരക്ടേഴ്സ് ഒക്കെ കാണാൻ പറ്റും. ആരൊക്കെയാണ്? ഭരദ്വജനും പിന്നെ എന്താണ് റെയ്ബിയയും അവർ സുഹൃത്തുക്കളാണ്. ഭരദ്വജന്റെ മകനാണ് യവാക്രി, റെയ്ബിയയുടെ മക്കളാണ് പരവസുവും അരവസുവും. ഓക്കെ, പരവസു ആരെ വിവാഹം കഴിക്കുന്നു? യവാക്രിയുടെ പ്രിയതമയായിട്ടുള്ള വിശാഖയെ വിവാഹം കഴിക്കുന്നുണ്ട്. അരവസു നെയ്ത്താലി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയായിട്ട് ബന്ധത്തിലാകുന്നുണ്ട്. സോ അതൊക്കെ കുറച്ച് കാര്യങ്ങളാണ് വരുന്നത്. ഇത് ഓൾറെഡി ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു, ഇനി നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇൻ ദിസ് പ്ലേ, Kamandala skillfully exploits the myth of Yavakri and that of the Indra Vitra to focus on the negative and positive impulses of a human being, the immoral qualities of priestly class and how they dominate and exploit the lower class people. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്ലേയിലൂടെ യവാക്രി എന്ന മിത്ത് എടുത്തിട്ട്, അതുപോലെ തന്നെ ഇന്ദ്ര വിത്ര എന്ന് പറയുന്ന മിത്ത് എടുത്തിട്ട് മനുഷ്യ മനസ്സുകളിൽ നടക്കുന്ന നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്സിനെ പറ്റിയിട്ടാണ് കർണാട് സ്റ്റഡി നടത്തുന്നത്. ഓക്കെ, ലോവർ ക്ലാസ് പീപ്പിൾസിനെ എങ്ങനെയാണ് അപ്പർ ക്ലാസ് പീപ്പിൾസ് ഡോമിനേറ്റ് ചെയ്യുന്നതെന്നും കാണപ്പെടുന്നു. ആരെങ്കിലും മൈക്ക് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓഫ് ആക്കണേ. The play also highlights the innocent, pure and natural world of lower classes. The story of Aravasu and Nithali, which begins as a subplot, grows in the significance and towards the climax takes center stage. Okay, ഇത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഹയർ കാസ്റ്റ് ആയ കിങ്, അതുപോലെ തന്നെ പ്രീസ്റ്റസ് ആയിട്ടുള്ള പരവസു, റേബിയ, ഭരദ്വജ, യവാക്രി, ഇവരുടെ കൂടെ തന്നെ ലോവർ കാസ്റ്റ് വരുന്ന നെയ്ത്താലി, അതുപോലെ തന്നെ ആരൊക്കെയാണ്? നെയ്ത്താലിയുടെ ഫാദർ, ബ്രദർ, ഹസ്ബൻഡ്, ഇങ്ങനെയുള്ള കുറച്ച് ക്യാരക്ടേഴ്സിനെയും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, Fire and the Rain is divided into 3 acts along with the prologue and epilogue. By making some alterations in the original story, Karnad follows the inner mind of each character. The central action of the play focuses on the motive of revenge, futility of a false knowledge, and feebleness of human nature. ഈ ഫയർ ആൻഡ് ദ റെയിന് 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രോലോഗും എപ്പിലോഗും 3 ആക്ട്സും. ഓക്കെ, അതിൻ്റെ അകത്ത് ഓരോ ആക്ടറിന്റെ മൈൻഡിലേക്ക് ഇറങ്ങി ചെന്നിട്ടാണ് അർണാട് കഥ പറയുന്നത്. In order to make his play more effective and relevant in the contemporary society, Karnad deviates from original episodes at several places. Besides, he has introduced a few additional characters like Nithali, the tribals, and the actors who, together with Aravasu, make up the subplot. Bharadwaja and Ravya, 2 friends in the myth, are made as brothers in the play, and their sons become cousins. Again, he makes Vishaga as a lover of Yavakri in the myth, Ravya
Arabia creates a female spirit from his hair that resembles his daughter-in-law Vishaga and asks her to assist Brahmaraksha in killing Yavakri. However, in the play, Vishaga herself goes to Yavakri inform about the impending danger. Means ആ മിത്തും ശരിക്കും പറഞ്ഞാൽ കർണാടിന്റെ പ്ലേയിൽ തമ്മിൽ കുറെ ഡിഫറൻസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് കർണാടിന്റെ പ്ലേസിൽ എന്തുണ്ട്, നെയ്ത്താലി എന്ന് പറയുന്ന ക്യാരക്ടറും അതുപോലെ തന്നെ എന്റെ ബ്രദറും ഹസ്ബൻഡും ഒക്കെ വരുന്നു. യഥാർത്ഥ മിത്തില് ഈ പറയുന്ന ക്യാരക്ടേഴ്സ് ഒന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ യഥാർത്ഥ മിത്തില് ഭരദ്വജനും റേബിയും സുഹൃത്തുക്കളാവുമ്പോൾ കർണാടിന്റെ പ്ലേസില് ഭരദ്വജനും റേബിയയും സഹോദരങ്ങളാണ്. അവരുടെ മക്കള് കസിൻസുകളാണ്. അവർ തമ്മിൽ ഭയങ്കര ശത്രുതയിലാണ്. ഓക്കെ, അതുപോലെ തന്നെ യഥാർത്ഥ മിത്തില് റേബിയ ഈ പറയുന്ന വിശാഖയുടെ തലമുടി എടുത്തിട്ട് അവളുടെ ഒരു രൂപത്തെ തന്നെ, ഒരു പ്രതിരൂപത്തെ തന്നെ ഉണ്ടാക്കി നമ്മുടെ ഈ ബ്രഹ്മരക്ഷ കൃത്യയോടൊപ്പം യവാക്രിയെ കൊല്ലാൻ പറഞ്ഞു വിടുമ്പോഴത്തേക്ക് നമ്മുടെ കർണാടിന്റെ പ്ലേയിൽ അങ്ങനെ ഒരു വിശാഖയുടെ രൂപത്തെ ഉണ്ടാക്കിയെടുക്കുന്നില്ല. മറിച്ച് വിശാഖ തന്നെയാണ് പോകുന്നത്. വിശാഖ തന്നെ പോയി അവനെ ഇൻഫോം ചെയ്യാണ്, നിങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെടണം. ഓക്കെ, അങ്ങനെയുള്ള കുറച്ച് ഇൻസിഡൻസ് ആണ് ഉണ്ടാകുന്നത്. Rabia's character is also altered considerably. He is made to appear as a lustful, suspicious, jealous, revengeful murderer. In the myth, Paravasu kills his father unintentionally, but in the play, it is done deliberately. In the myth, Brahmaraksha goes to live with a female spirit, but in the play, he wants to liberation from his state of limbo between life and death. നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് യഥാർത്ഥ മിത്തില് റേബി എന്ന് പറയുന്ന കഥാപാത്രം എങ്ങനെയാണ്? റേബിയസ് ക്യാരക്ടർ യഥാർത്ഥ മിത്തിലെ റേബി എന്ന് പറയുന്നത് വളരെ നല്ലൊരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നതെങ്കിൽ നമ്മുടെ ഈ കഥയിലേക്ക് വരുമ്പോഴത്തേക്ക്, നാടകത്തിലേക്ക് വരുമ്പോൾ റേബിയ വളരെ മോശം കഥാപാത്രമാണ്. റേബി എന്ന് പറയുന്ന കഥാപാത്രം തന്റെ മരുമകളെ വരെ റേപ്പ് ചെയ്തിട്ടുള്ള, ഫിസിക്കലി അസോൾട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. സോ ലെസ്ഫുൾ ആണ്, ജലസ് ആണ്, സസ്പീഷ്യസ് ആണ്, റിവെഞ്ച്ഫുൾ ആണ്, മർഡറർ ഒക്കെ ആയിട്ട് മാറുക. അതുപോലെ മിത്തില് പരവസു എന്ത് ചെയ്യുന്നത്? പരവസു തന്റെ അച്ഛനെ അൺഇൻറ്റൻഷണൽ ആയിട്ടാണ് കൊല്ലുന്നത്. ആ ശാപത്തിന്റെ ഫലമായിട്ട് അൺഇൻറ്റൻഷണൽ ആയിട്ടാണ് കൊല്ലുന്നതെങ്കിൽ കഥയിൽ വരുമ്പോഴത്തേക്ക് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പരവസു തന്റെ ഫാദറിനെ കൊല്ലുന്നത്. ഓക്കെ, മിത്തില് ബ്രഹ്മരക്ഷ കൃത്യ എന്ത് ചെയ്യുന്നു? അവസാനം ഈ ഒരു ഫീമെയിൽ സ്പിരിറ്റിന്റെ കൂടെ ഒപ്പം ജീവിക്കുന്നു. ഏത്? വിശാഖയെ പോലെ ഒരു ഫീമെയിൽ സ്പിരിറ്റിനെ ഉണ്ടാക്കി വിട്ടല്ലോ. സോ ആ മിത്തിൽ അങ്ങനെ ഒരു സ്പിരിറ്റിനെ ഉണ്ടാക്കി വിടുമ്പോഴത്തേക്ക് ആ ഫീമെയിൽ സ്പിരിറ്റിനോടൊപ്പം ബ്രഹ്മരക്ഷകൃത്യെ ജീവിക്കുമ്പോഴത്തേക്ക് യഥാർത്ഥ പ്ലേയില് നമ്മൾ എന്താ കാണുന്നത്? അവസാനം ബ്രഹ്മരക്ഷകൃത്യക്ക് ഒരു മോചനം, ഒരു ലിബറേഷൻ കിട്ടുന്നതായിട്ടാണ് കാണിക്കുന്നത്. സോ ഇന്ദ്രൻ അവനിക്ക് മോചനം കൊടുക്കുന്നു അരവസു വഴി. The most vital change is made in the character of Aravasu. In the play, he is not a learned priest. On the contrary, he is shown as an artist in the drama. Aravasu is seen to be deep love with a tribal girl, Mithali, and wishes to marry her. Through the sincere and honest love of Aravasu and Mithali, Karnad raises the problem of caste system. Aravasu's character is immoral, chief priest of the fire sacrifice remains unchanged. So, നമുക്ക് കാണാൻ സാധിക്കുക പ്രധാന മാറ്റം വരുന്ന അരവസുവിലാണ്. അരവസു എന്ന് പറയുന്നത് ക്യാരക്ടർ യഥാർത്ഥ മിത്തില് നല്ലൊരു ലേൺഡ് മാൻ ആണ്. ഓക്കെ, ലേൺഡ് ബ്രാഹ്മൺ ആണെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് വരുമ്പോഴത്തേക്ക്, ഡ്രാമയിൽ വരുമ്പോൾ അരവസു ഒരു ലേൺഡ് മാൻ അല്ല. അയാൾക്ക് എന്താണ് ഇഷ്ടം? ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ ഡ്രാമയൊക്കെ കളിക്കുന്നതാണ് അദ്ദേഹത്തിന് ഇഷ്ടം. അദ്ദേഹത്തിന് വലിയ പഠിത്തമൊന്നുമില്ല. അദ്ദേഹം തന്റെ ട്രൈബിനെ ഉപയോഗിച്ച് ബ്രാഹ്മണം എന്ന് പറയുന്ന ആ ഒരു ചിന്ത ഉപയോഗിച്ചിട്ട് അദ്ദേഹം ട്രൈബൽ ഗേൾ ആയിട്ടുള്ള മിതാലിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇതില്ലാത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ട്രൈബൽ എന്ന് പറയുന്ന പീപ്പിൾ എന്ന് വെച്ചാൽ ഏറ്റവും ലോ കാസ്റ്റ് പീപ്പിൾ ആണ്. സോ ഒരു ബ്രാഹ്മണൻ താഴേക്കുള്ള പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ വരുമ്പോഴത്തേക്ക് വളരെ കാസ്റ്റ് സിസ്റ്റം ഉണ്ടാകുന്നു. അതുപോലെ പരവസുവിന്റെ ക്യാരക്ടർ ഇതിൻ്റെ അകത്ത് ഇമ്മോറൽ ക്യാരക്ടറായിട്ടാണ് കാണിക്കുന്നത്. ഏറ്റവും ഉയർന്ന പദവിയിൽ നിൽക്കുന്ന ഒരു പ്രീസ്റ്റ് ആയിട്ട് കൂടിയും അദ്ദേഹം എന്താണ് ഒരു ഇമ്മോറൽ ക്യാരക്ടറായിട്ടാണ് കാണിക്കുന്നത്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും നമ്മൾ ഈ പറയുന്ന പ്ലേയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. The structure plan of the fire and the rain runs into 3 parallel streams: Rabia and Vishaga at the hermitage, the sacrificial place with the Paravasu as the chief priest, and the story of Nithali and Aravasu with the company of the theatre. So, ഇതിനെ 3 കാര്യങ്ങൾ, 3 തലങ്ങളിലാക്കിയിട്ട് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാണ്? റേബിയും വിശാഖയും ആശ്രമത്തിലുള്ളപ്പോൾ. രണ്ടാമത്തത് sacrificial place with the Paravasu and the chief priest.
ഓക്കെ, ആസ് ദ ചീഫ് പ്രീസ്റ്റ്. നമുക്ക് സ്റ്റോറിയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു 10 വർഷമായിട്ട് എന്തില്ല, മഴയില്ലാതെ അവരെല്ലാം വിഷമിച്ചിരിക്കുകയാണ്. സോ ആ മഴയില്ലാതെ വിഷമിച്ചിരിക്കുന്ന അവസരത്തിൽ കിങ് എന്ത് ചെയ്തു, അവിടെ ഒരു യാഗം, ഒരു യജ്ഞം നടക്കാൻ തീരുമാനിക്കുകയാണ്. ആ യജ്ഞത്തിന് ചീഫ് പ്രീസ്റ്റ് ആയിട്ടിരിക്കുന്ന വ്യക്തിയാണ് പരവസു. സോ പരവസു ആ ചീഫ് പ്രീസ്റ്റ് ആയിട്ട് അവിടെ ഇരിക്കുന്ന ഇത് രണ്ടാമത്തെ സെക്ഷൻ, സാക്രിഫിഷ്യൽ പ്ലേസില്. ഇനി മൂന്നാമത്തെ സെക്ഷൻ എന്താണ്, സ്റ്റോറി ഓഫ് നിത്താലി ആൻഡ് അരവസു. ഈ ആൻഡ് കമ്പനി തിയേറ്റർ, വിത്ത് ദ കമ്പനി ഓഫ് ദ തിയേറ്റർ. ഒരു തിയേറ്റർ കമ്പനി അവിടെ വരുന്നുണ്ട്. അവർ ഇന്ദ്ര, വൃത്ര ആൻഡ് വിശ്വരൂപ, ഇവര് 3 പേരെയും കൂടെ ചേർത്തിട്ട് ഒരു പ്ലേ കളിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ അതിന്റെ അകത്തേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ആൾക്കാരാണ്, ആക്ടേഴ്സ് ആയിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ് നെയ്ത്താലിയും അരവസും. സോ ഇങ്ങനെ 3 സ്റ്റേജിലാണ് ഈ കഥ നടക്കുന്നത്. The most significant addition to the myth is the play is the story of Indra and Vritra taken from Rigveda. ഇന്ദ്രന്റെ വൃത്രൻ, നമുക്കറിയാം മഹാഭാരതത്തിൽ 135 തൊട്ട് 138 വരെയുള്ള ആ ഒരു വനവാസ കാലഘട്ടത്തിൽ ഇല്ലേ, ലൊമാശ പാണ്ഡവരോട് പറഞ്ഞ കഥയായിട്ടാണ് ഈ പറയുന്ന കഥ, ഫയർ ആൻഡ് റെയിനിൽ കഥ വരുന്നത്, റേബിയുടെയും ഭരദ്വജിന്റെയും കഥ വരുന്നത്. അതിൻ്റെ അകത്ത് തന്നെ ഋഗ്വേദത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഇന്ദ്രന്റെ വൃത്രന്റെ കഥയും കൂടെ ഉൾപ്പെടുത്തുന്നു. എന്താണ്, ഇന്ദ്രന്റെയും വൃത്രന്റെയും കഥ എടുത്തിട്ടുള്ളത് ഋഗ്വേദത്തിൽ നിന്നാണെന്ന് ഓർക്കുക. It is very effectively presented through the play within the play, enacted the troupe of actors and Aravasu to emphasize the treachery of a brother against brother. ഇതിൻ്റെ അകത്ത് നമുക്ക് രണ്ടാമത് കാണാൻ പറ്റുന്ന സീൻ ഏതാണ്, പ്ലേ വിതിൻ ദ പ്ലേ ആണ് അല്ലേ. ഇന്ദ്രയും വൃത്തന്റെയും ഭരദ്വജയുടെയും ഇന്ദ്രന്റെയും വൃത്തന്റെയും അതുപോലെ തന്നെ ആരുടെ ഇന്ദ്ര, വൃത്ര ആൻഡ് വിശ്വരൂപ, ഇന്ദ്രന്റെയും വൃത്തന്റെയും വിശ്വരൂപന്റെയും പ്ലേ കാണിക്കുന്ന എന്താണ്, പ്ലേ വിതിൻ ദ പ്ലേ ആണ്. അതിൻ്റെ അകത്ത് എന്താ കാണിക്കുന്നത്, ഒരു സഹോദരൻ മറ്റൊരു സഹോദരനെ ഛർദിച്ചു കൊന്നത് എങ്ങനെയാണെന്ന് പറയുന്ന പ്ലേ ആണ് അത് വരുന്നത്. കമന്റിംഗ് ഓൺ ദ ഇൻക്ലൂഷൻ ഓഫ് ഇന്ദ്ര വൃത്ര മിത്ത് ഇൻ ദ പ്ലേ, കർണാഡ് himself aptly remarks the tale of Aravasu and Paravasu fascinated me as an unusual variant of Indian obsession of fratricide. I cannot remember when I desired to incorporate Indra Vritra legend in my plot, but years later, while rereading the original version, I was astonished to find that the reading right at the beginning of the tale of Evakri. ഇതിനെപ്പറ്റി കർണാട് പറഞ്ഞതാണ് ഇല്ലേ. കർണാട് എന്താ പറഞ്ഞ, ആദ്യം ഈ പറയുന്ന അരവസു പരവസുവിന്റെ സ്റ്റോറി വായിച്ചിട്ട് അദ്ദേഹം ഫാസിനേറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ സഹോദരന്മാർ പരസ്പരം കൊല്ലുന്ന ആ ഒരു കഥ കേട്ട് ഞാൻ ഭയങ്കര ഒബ്സസ്ഡ് ആയിപ്പോയി. പക്ഷേ പിന്നീട് ഇന്ദ്രന്റെയും വൃത്തന്റെയും കൂടെ സ്റ്റോറി ഇതിൻ്റെ അകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്തപ്പോഴാണ് ഇത് വലിയൊരു പ്ലോട്ടായിട്ട് മാറിയത്. ഇനി നമുക്ക് നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഇതുവരെ നമ്മൾ ചെയ്ത് ഇതെന്തായിരുന്നു, ഈ പ്ലേയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ആ പ്ലേയിൽ ആരൊക്കെയാണ് വന്നത്, ഇതിന്റെ മിത്തും യഥാർത്ഥ സ്റ്റോറിയും തമ്മിൽ എന്തൊക്കെയാണ് ഡിഫറൻസ് ഉള്ളത് എന്നൊക്കെയാണ് നമ്മൾ ഇതുവരെ കണ്ടത്. ഓക്കെ, അന്നേരം ഇതിനകത്ത് ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്, നിങ്ങൾ ക്യാരക്ടേഴ്സ് ഒന്ന് പേര് എഴുതി വെക്കുക. നിങ്ങളുടെ ഒരു പേപ്പർ എടുത്ത് പേര് എഴുതി വെക്കുക. ഭരദ്വജൻ കഴിഞ്ഞാൽ ആരാണ് ഉള്ളത്, ഭരദ്വജന്റെ മകനായ യവാക്രി അല്ലെങ്കിൽ യവകാരി എന്ന് നമുക്ക് പറയാം. ഭരദ്വജന്റെ സഹോദരനായിട്ടുള്ള റേബ്യയ്ക്ക് 2 മക്കള്, പരവസു ആൻഡ് അരവസു. അതിൻ്റെ അകത്ത് പരവസു ആരെ വിവാഹം കഴിക്കുന്നു, വിശാഖ. അരവസു ആരെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു, നെയ്ത്താലി. ദെൻ നമുക്ക് കാണാം യവാക്രി വിശാഖയുമായിട്ട് റിലേഷൻഷിപ്പിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ റേബ്യ ഉണ്ടാക്കുന്ന ഒരു രൂപമാണ്, ഒരു രാക്ഷസനാണ് ബ്രഹ്മരക്ഷകൃത്യ. അതുപോലെ തന്നെ എന്താണ്, ബ്രഹ്മരക്ഷകൃത്യ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഒരു പ്ലേ വിതിൻ ദ പ്ലേ ഉണ്ട്. അതിൻ്റെ അകത്ത് 3 ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്, 4 പേര് വരുന്നുണ്ട്. ഏതൊക്കെ, ഒന്ന് ഒരു ആക്ടിംഗ് മാനേജർ, തിയേറ്റർ മാനേജർ. തന്നെ രണ്ടാമത്തെ ഇന്ദ്ര, വൃത്ര ആൻഡ് വിശ്വരൂപ. ഇന്ദ്ര, വൃത്ര ആൻഡ് വിശ്വരൂപ. അതിൻ്റെ അകത്ത് ഇന്ദ്രനും വൃത്രനും വിശ്വരൂപനും ബ്രഹ്മന്റെ മക്കളാണ്, ബ്രഹ്മയുടെ മക്കളാണ് ഇന്ദ്രനും വൃത്രനും വിശ്വരൂപൻ. ഓക്കെ, ഇന്ദ്ര എന്ന് പറയുന്നത് ദേവവംശത്തിൽ പെടുന്നു, വിശ്വരൂപൻ മനുഷ്യകുലത്തിൽ പെടുന്നു, വൃത്രൻ ഡിമോണിക് കുലത്തിലാണ് പെടുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. Then the play starts with the prologue, which presents the complicated details of a fire sacrifice ceremony, and the entire action of the play centers on the ritual of the fire sacrifice. As the play begins, it is noticed that the land is drought-ridden, so the king of this region has determined to conduct a fire sacrifice in order to
propitiate the Indra, the god of rains. സോ നമുക്ക് ഈ ഇത് കാണാൻ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ പ്ലേ തുടങ്ങുമ്പോഴത്തേക്ക് എന്താണ് കാണുന്നത്, ഒരു ഡ്രോട്ട് ആയിട്ടുള്ള പ്ലേസ് ആണ്, പ്രോലോഗില് ഡ്രോട്ട് പ്ലേസ് ആണ്. അതിൻ്റെ അകത്തേക്ക് ഭൂമിയെല്ലാം വരണ്ടു തുടങ്ങി കിടക്കുന്ന നേരം മഴയുടെ ദേവനായിട്ടുള്ള ഇന്ദ്രനെ പ്രീതിപ്പെടുത്താൻ അവിടുത്തെ രാജാവ് ഒരു യാജ്ഞം സംഘടിപ്പിക്കണം. Paravasu, the elder son of Radia, is the chief priest who conducts the ceremony of a 7-year-long fire sacrifice with several other priests. As the afternoon session of the fire sacrifice is over, the actor manager of a troupe comes there and requests them to grant him a permission to stage a play in honor of the fire sacrifice. The prologue throws light on the inner world of characters that represent them as the embodiment of fairy desires, and ironically, it is in the fire that seek final liberation. So നമുക്ക് കാണാൻ സാധിക്കുന്നത് വെച്ചാൽ ആ ഒരു സമയത്ത് ആഫ്റ്റർനൂൺ സെഷനിൽ, ആ യജ്ഞത്തിന്റെ ആഫ്റ്റർനൂൺ സെഷനിൽ ഫയർ സാക്രിഫൈസ് എല്ലാം കഴിഞ്ഞു. ആ ഒരു സമയം ഒരു ആക്ടർ മാനേജർ അവിടെ വന്നിട്ട് രാജാവിനോട് പെർമിഷൻ ചോദിക്കുകയാണ്, ഈ ഫയർ സാക്രിഫൈസിന് തന്നെ അവരുടെ ഒരു പ്ലേയും കൂടെ കണ്ടക്ട് ചെയ്തോട്ടെ, അതുവഴി എന്ത് ചെയ്യാൻ പറ്റും, ഇന്ദ്രനെ കൂടുതൽ പ്രീതിപ്പെടുത്താൻ നമുക്ക് പറ്റും. അങ്ങനെ അദ്ദേഹം അതിനുള്ള പെർമിഷൻ കൊടുക്കുകയാണ്. ഫെയറി ഡിസൈസ് ഐറോണിക്കലി ഇറ്റ് ഈസ് ദ ഫയർ ദാറ്റ് സീക്ക് ഫൈനൽ ലിബറേഷൻ. അദ്ദേഹം പറയുന്നുണ്ട് എന്താണ്, ഫയർ ആണ് ശരിക്കും പറയുന്നത്, യാഗാഗ്നിയാണ് എന്ത് തരുന്നത്, നമുക്കൊരു ഫൈനൽ ലിബറേഷൻ തരുന്നതെന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യൻ അവന്റെ ശരീരം ഈ ഭൂമിയിൽ നിന്ന് ദഹിപ്പിക്കുന്ന എന്താണ്, അഗ്നിയാണ് അല്ലെ. അഗ്നിയാണ് എല്ലാത്തിനെയും ലിബറേറ്റ് ചെയ്ത് എല്ലാത്തിനെയും പ്യൂരിഫൈ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. സോ ഫൈനൽ ലിബറേഷൻ എന്ന് പറയുന്നത് എന്താ, ഡെത്ത് ആണ്. സോ ആ ഫൈനൽ ലിബറേഷൻ പോലെ തന്നെ ഇവിടെയും നമുക്ക് മഴ കൊണ്ടുതരാൻ ഇടയാക്കുന്നത് ആരാണെന്ന് പറയുന്നു, അഗ്നിയാണെന്ന് പറയുന്നു. എവാക്രി ഇൻ ദ ഫ്യൂണറൽ ഫയർ ആൻഡ് പരവസു ഇൻ ദ സാക്രിഫിഷ്യൽ ഫയർ. ഇതിൻ്റെ അകത്ത് ഫയർ രണ്ട് തരത്തിൽ നമുക്ക് കാണപ്പെടാം. യവാക്രി ഇൻ ദ ഫ്യൂണറൽ ഫയർ, യവാക്രിയെ യവാക്രി മരണപ്പെട്ടപ്പോൾ അയാൾ ദഹിപ്പിച്ചത് എങ്ങനെയാണ്, ഫ്യൂണറൽ ഫയർ, അതുവഴി യവാക്രിക്ക് ലിബറേഷൻ കിട്ടി. പരവസു ഇൻ ദ സാക്രിഫിഷ്യൽ ഫയർ, ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന സമയത്ത് പരവസു എന്താണ് ചെയ്യുന്ന, ഒരു സാക്രിഫിഷ്യൽ ഫയർ നടത്തുകയാണ്, ദേവന്മാർക്ക് വേണ്ടിയിട്ടുള്ള സാക്രിഫിഷ്യൽ ഫയർ. സോ ഇത് രണ്ട് ഘട്ടങ്ങളിൽ ഫയർ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫൈനൽ ലിബറേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അത് നിങ്ങൾ നോട്ട് പ്രിന്റ് എടുക്കുമ്പോൾ ഒന്ന് അണ്ടർലൈൻ ചെയ്തു വെക്കുക. We are tempted to perceive fire as a pervasive symbol in all its potential in the play. ഓക്കെ, ഒരു പ്രത്യേക സിമ്പിൾ ആയിട്ട് ഫയർ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും, ഫയറും റെയിനും ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ആ ഫയറും റെയിനും എന്നുള്ള സിമ്പിളിനെ കുറിച്ച് എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞിരിക്കാം. ഫയർ എന്ന് പറഞ്ഞ എങ്ങനെയാണ്, ഒരു ഫൈനൽ ലിബറേഷൻ ആയിട്ട് കാണിക്കുന്നു. യവാക്രി എന്ന് പറയുന്ന വ്യക്തിയുടെ ഫ്യൂണറൽ ഫയർ ആയിട്ട് ഇത് പെർഫോം ചെയ്യുന്നുണ്ട്. പരവസുവിന് ഇത് സാക്രിഫിഷ്യൽ ഫയർ ആയിട്ട് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, ഫയർ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തൊരു പെർവേസീവ് സിമ്പിൾ ആണെന്ന് കൂടെ ഓർത്തിരിക്കാം. The first act one focuses on the issue of a love marriage of Nithali, a tribal girl, and Aravasu, a younger son of Rabia. While conversing with Nithali and Aravasu, Andaga, in the soul of Surdra, her actor refers to the penance and achievements of Yavakari and Yavakarvi, the son of sage Bharadwaja. ഓക്കെ, അന്നേരത്തേക്ക് നമുക്ക് ഫസ്റ്റ് ആക്ട് കാണാൻ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിത്താലിയും ട്രൈബൽ ഗേൾ ആയിട്ടുള്ള നിത്താലിയും റെയ്തയുടെ ഇളയ മകനായിട്ടുള്ള അരവസും തന്നെ പ്രണയത്തിലാണെന്ന് അറിയുന്നത്. അത് അവർ തമ്മിൽ ഒരു കോൺവെർസേഷൻ നടക്കുകയാണ്, ഇവർ തമ്മിൽ വിവാഹം കഴിക്കുന്നതിനെ പറ്റി. അന്നേരത്തേക്ക് അന്തകൻ, നമ്മൾ പറഞ്ഞു ബ്ലൈൻഡ് സൂദ്ര അവിടെ വന്നിട്ട് പറയുകയാണ്, 10 വർഷക്കാലവും അങ്ങ് എൻലൈറ്റ്മെന്റിന് വേണ്ടിയിട്ട് 10 വർഷക്കാലവും ഫോറസ്റ്റിൽ പോയിരുന്ന യവാക്കാരി തിരിച്ചു വന്നിട്ടുണ്ടെന്ന് പറയുന്നു. യവാക്രി തിരിച്ചു വന്നിട്ടുണ്ട്, ഭരദ്വജയുടെ മകനായ യവാക്രി നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്, നിങ്ങളെല്ലാം കരുതിയിരിക്കാൻ പറയുന്നു. Here, Karnad has ironically used Yavakri's penance to criticize the typical tendency of Brahmins to attain universal knowledge for fulfilling their private ends. Soon after his return, Yavakri learns that Vishaka, his childhood mate, has married to Paravasu, his rival cousin. അന്നേരത്തേക്ക് ഇതിൻ്റെ കർണാട് എന്താ പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും കാര്യത്തിന് അവൻ്റെ ഒരു നോളജ് നേടിയെടുക്കണം, മറ്റെന്തെങ്കിലും കാര്യം നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ അവൻ്റെ ജീവിതവും അവൻ്റെ പ്രൈവറ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ത്യജിച്ചിട്ട് അവൻ അതിലേക്ക് ഇറങ്ങും. ആ ഒരു കാര്യത്തിനെയാണ് ശരിക്കും പറഞ്ഞ കർണാട് ഇവിടെ ഐറോണിക്കലി റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഇനി നമുക്ക് നോക്കാം, യവാക്രി തിരിച്ചു വരുമ്പോഴത്തേക്ക് അവൻ എന്താണ് കാണുന്നത്, അവന്റെ ചൈൽഡ്ഹുഡ് മീറ്റും ലവറുമായിട്ടിരുന്ന വിശാഖയെ
തന്റെ ശത്രുവായിട്ടുള്ള റൈവൽ കസിൻ ആയിട്ടുള്ള പരവസ് വിവാഹം കഴിച്ചിരിക്കുന്നത്. He meets her in a lonely place in the forest. She comes to Evakri's fascinating words. After her initial resistance, Rabia considered it as insult of the entire family. ഇത് നമ്മൾ പറഞ്ഞാണ് എന്താണ്, ആ ഒരു ഫോറസ്റ്റിൽ വെച്ച് കാണുകയാണ്, മീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വിശാഖ ഒരു കുടം വെള്ളവുമായിട്ട് കയറി വരികയാണ്. സോ യവാക്രി അവൾക്ക് ചെന്നിട്ട് തനിക്ക് വീണ്ടും ഇഷ്ടമാണെന്നും എടുക്കുന്നതെന്നൊക്കെ പറയുന്നു. അങ്ങനെ യവാക്രിയുടെ വാക്ക് കേട്ട് വിശ്വസിച്ച വിശാഖ എന്ത് ചെയ്യുന്നു, അവളുടെ വാക്കുകളിൽ മയങ്ങി വീഴുകയാണ്. അത് മാത്രമല്ല, ഈ കഴിഞ്ഞ 7 വർഷമായി റേബിയ തന്നെ എന്താണ് ഫിസിക്കലി അസോൾട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതിൽ നിന്നൊക്കെ ഒരു മോചനമായിട്ട് യവാക്രിയോടൊത്തുള്ള ജീവിതം ആഗ്രഹിച്ച വിശാഖ അവൻ മയങ്ങി പോവുകയാണ്. സോ ഇത് ആരറിയുന്നു, റേബിയ അറിയാനിടയാകുന്നു. സോ നമുക്കിത് എങ്ങനെയാണ് റേബിയ അറിയാൻ ഇടയാകുന്നത്? റേബിയ അറിയാൻ ഇടയാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അവസ്ഥ കണ്ടുകൊണ്ട്, ആ ഒരു സിറ്റുവേഷൻ കണ്ടുകൊണ്ട് ആര് വരികയാണ്, നെയ്താലിയും അരവസും കടന്നു വരികയാണ്. നെയ്താലിയും അരവസും ഇവർ തമ്മിലുള്ള പ്രൈവറ്റ് റിലേഷൻഷിപ്പ് കാണുന്നു. അങ്ങനെയാണ് ഈ പറഞ്ഞ ഇൻസിഡന്റ് റേബിയ അറിയുന്നത്. ഓക്കെ. To take revenge on Evakri, he creates a Krutya spirit, that is Brahmaraksha. Vishaka informs that Evakri has her father-in-law's evil intention, but he is quite confident of the safety since he is a consecrated water with him to take revenge of her family. അന്നേരത്തേക്ക് to take Evakri revenge ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ റേബി എന്ത് ചെയ്യുന്നു, ഒരു കൃത്യ സ്പിരിറ്റിനെ, ബ്രഹ്മരക്ഷ കൃത്യ സ്പിരിറ്റിനെ ഫോം ചെയ്യാണ്. എന്നിട്ട് യവാക്രിയെ കൊല്ലാനായിട്ട് പറഞ്ഞു വിടുകയാണ്. ഇതറിഞ്ഞ വിശാഖ എന്ത് ചെയ്യുന്നു, യവാക്രിയുടെ അടുത്തടുത്ത് ഓടി ചെന്നിട്ട് പറയാണ്, തന്റെ ഫാദറിലേക്ക് ഇങ്ങനെ ഒരു ഇവിൽ ഇന്റൻഷൻ ഉണ്ട്, അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുക. നിനക്ക് രക്ഷപ്പെടാനുള്ള ഏക മാർഗം എന്താണ്, നിന്റെ ഫാദറിന്റെ ഹെർമിറ്റേജിലേക്ക് നീ തിരികെ പോവുക എന്നുള്ളതാണ്. പക്ഷെ യവാക്രി എന്താ പറഞ്ഞത്, തന്റെ അടുത്ത് ഈ കോൺസിക്രേറ്റഡ് വാട്ടർ ഉള്ളിടത്തോളം, പരിശുദ്ധമായ ജലം ഈ കമണ്ടലുവിലുള്ള കാലഘട്ടത്തോട് എന്നെ ആർക്കും തന്നെ ദ്രോഹിക്കാനാവില്ല എന്ന് പറയുന്നു. എന്നിട്ട് അവളുടെ പറയാണ്, ദിസ് നോളജ് മീ, ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും ഞാനാണ് ഉണ്ടാക്കിയത്, എന്റെ പ്ലാൻ പ്രകാരമാണ് നടന്നതെന്ന് പറയുന്നു. This knowledge makes Vishaka to turn the tables on Evakri by pouring all the sanctified water from his kamandalu. To save his life anyhow, he starts running to reach his father's hermitage. Ironically, Andaka stops him entering his own father's hermitage. The Brahmaraksha appears there and kills him with the trident. So, അന്നേരത്തേക്ക് വിശാഖ എന്ത് ചെയ്യുന്നത്, തന്നെ ഇവൻ ചതിച്ചതാണെന്ന് മനസ്സിലാക്കിയിട്ട് അവന്റെ ആ കമണ്ടലിൽ ഇരുന്ന് ആ വെള്ളം മുഴുവൻ ചരിച്ചു കളയാണ്. അങ്ങനെ യവാക്രിയുടെ അടുത്തേക്ക് കൃത്യാസ്പിരിറ്റ് എത്താറായി. ഇതറിഞ്ഞ് അവൻ അവന്റെ ഫാദറിന്റെ ഹെർമിറ്റേജിലേക്ക് ഓടിയിരുന്നു. ആ ഹെർമിറ്റേജിന്റെ സൂക്ഷിപ്പുകാരനാണ് അന്തകനായ ശൂദ്രൻ. പക്ഷെ അന്തകനായ ശൂദ്രൻ ഈ പറയുന്ന യവാക്രിയെ തടഞ്ഞു നിർത്തുകയാണ്. തന്റെ മാസ്റ്റർ ആണെന്ന് തിരിച്ചറിയാൻ അവനിക്ക് പറ്റുന്നില്ല. ഓക്കെ, ഒരിക്കലും ഇത് യവാക്രിയാണെന്ന് തിരിച്ചറിയാൻ അവനിക്ക് പറ്റുന്നില്ല. അങ്ങനെ അന്തകൻ തടഞ്ഞു നിർത്തിയ പ്രകാരം വെളിയിൽ വെച്ചിട്ട് കൃത്യാസ്പിരിറ്റ് അവനെ തൃശൂലം കൊണ്ട് എത്തിക്കൊള്ളുകയാണ് ചെയ്യുന്നത്. In the second act, second act, Parvati against the rule of fire sacrifice returns home to meet his wife. The knowledge of the wife's seduction by Evakri, as well as by his own father and his father's feelings of jealousy for not getting the role of the chief priest of the fire sacrifice, renders him infuriated and outraged. So, ഇങ്ങനെ ഒരു യാഗം ചെയ്യാൻ പോയ ചീഫ് പ്രീസ്റ്റ് ആണ് യവാക്രി. ഇതിന്റെ ഇടയിൽ തന്റെ ഭാര്യയുടെ പ്രശ്നങ്ങൾ, ഭാര്യയുടെ സെലക്ഷൻ പ്രോബ്ലംസ് അറിയുന്നു. അതുപോലെ തന്നെ തന്റെ ഭാര്യയെ തന്റെ ഫാദർ അസോൾട്ട് ചെയ്ത വിവരം അറിയും. അതുപോലെ തന്നെ താൻ ചീഫ് പ്രീസ്റ്റ് ആയ പുതിയ പോണ്ട് തന്നെ മാറ്റാൻ വരെ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് തന്റെ ഫാദർ എന്ന് അറിയുന്നു. ഇതിലെല്ലാം ദേഷ്യം പോലെ അദ്ദേഹം വീട്ടിലേക്ക് വന്ന് കയറുകയാണ്. Ultimately, he kills his father with his arrow in cold blood. Parvasu goes back to complete the fire sacrifice, asking Aravasu to perform the rites of penitence. But to Aravasu's surprise, Parvasu treacherously blames him of killing his father. When the former reaches the sacrificial area after performing all funeral rites of his father, തന്റെ പിതാവിനെ കൊന്നതിന് ശേഷം പരവസി എന്ത് പറയുന്നു, ആരവസിന്റെ അടുക്ക് എനിക്ക് പോയി എത്രയും പെട്ടെന്ന് തന്നെ ആ പറയുന്ന സാക്രിഫിഷ്യൽ പ്രോഗ്രാം കംപ്ലീറ്റ് ആക്കിയേ പറ്റൂ. അതുകൊണ്ട് ഫാദറിന്റെ ബലികർമ്മങ്ങളെല്ലാം തന്നെ നീ തന്നെ കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറയുന്നു. അങ്ങനെ അരവസ് തന്റെ സഹോദരനെ വിശ്വസിച്ച് അവൻ എന്ത് ചെയ്യണം, ആ പറയുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ ബലികർമ്മങ്ങളും ഒരിക്കലും എല്ലാം അവൻ കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ച്
ആ പറയുന്ന സാക്രിഫിഷ്യൽ ഏരിയയിലേക്ക് ചെല്ലുകയാണ്. അപ്പോഴത്തേക്ക് പരവസ് പ്ലേറ്റ് മാറ്റുകയാണ്. സോ പരവസ് എന്ത് ഇൻ അസാൾട്ട് മെയ്ഡ് ബൈ ദ ബ്രാഹ്മൺസ് ദ കിങ് ഇൻ ഓർഡർ ടു പരവസു ആൻഡ് അരവസു ഗെറ്റ് വോണ്ടഡ്. സോ പരവസ് പറയാണ് ഫാദറിനെ കൊന്നത് ആരാണ്? അരവസു ആണെന്ന് പറയുന്നു. അങ്ങനെ എല്ലാവരും ചേർന്ന് ഒരു ബ്രാഹ്മണനെ മറ്റൊരു ബ്രാഹ്മണൻ വച്ചു എന്നുള്ള കുറ്റത്തിന്റെ പേരിൽ അരവസുവിനെ എല്ലാവരും കൂടെ മുറിവേൽപ്പിക്കുന്നു. വാട്ട് Arundhati Banerjee states about Vijay Tendulkar's play, The Vultures is fit of Karnads, The Fire and the Rain also, the beating up of the father and his own sons, the mutual hatred among the members of family underlying the fundamental evil inherent in the human nature. ശരിക്കും പറഞ്ഞാൽ അരുന്ധതി ബാനർജി വിജയ് തെണ്ടുൽക്കറിന്റെ പ്ലേയെ പറ്റി പറഞ്ഞത് കാഴ്ചപ്പാട് ഇങ്ങനെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ദ ബീറ്റിംഗ് അപ്പ് ഓഫ് ഫാദർ ബൈ ഹിസ് ഓൺ സൺസ് ഇല്ലേ, നമുക്ക് സാധാരണ തിരിച്ചു കാണാനാണ് പറ്റുന്നത്. പിതാക്കന്മാര് മക്കളാൽ എന്ത് ചെയ്യുന്നു? അടിമത്തത്തിൽ പെടുന്നു, അല്ലെങ്കിൽ അവർ അടിക്കപ്പെടുന്നു. ദ മ്യൂച്വൽ ഹേറ്റ്രഡ് എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് ഫാമിലി ഇല്ലേ, ഒരേ ഫാമിലിയിൽ തമ്മിലുള്ള മെമ്പേഴ്സ് തമ്മിൽ ശത്രുതയിലാവുന്നു. ഫണ്ടമെന്റൽ ഇവിൽ ഇൻ ദ ഹ്യൂമൻ നേച്ചർ, മനുഷ്യ മനസ്സുകളിൽ എന്ത് അടങ്ങാത്ത കുടിപ്പക, അല്ലെങ്കിൽ അവർക്ക് എക്കാലവുമുള്ള ആ ഒരു കുടിപ്പക, ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞ കർണാടകത്തിന്റെ പേരിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അരുന്ധതി ബാനർജി കമന്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാം. ഇതാ നമ്മള് ഒരു PG ലെവൽ സ്റ്റുഡൻസ് ആണ്. സോ നമ്മൾ എന്ത് കാര്യം എഴുതുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ളവരുടെ കമന്റ്സും അഭിപ്രായം ഒക്കെ തന്നെ നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ ഇടയാക്കും. The third act 3 starts with Nithali, now a married woman, comes to Aravasu. So ഇതിന്റെ ഫസ്റ്റ് സീനിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് സീനിൽ എന്താണ് പറഞ്ഞത്? ആ പറയുന്ന സീനിൽ നമ്മൾ കാണിച്ചു നെയ്ത്താലിയും അരവസും തമ്മിൽ പ്രണയത്തിലാണ് അല്ലെ. അങ്ങനെ നെയ്ത്താലി അരവസ് എങ്ങോട്ട് ചെല്ലുന്ന നെയ്ത്താലിയുടെ ട്രൈബൽ ഏരിയയിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അവരുടെ പറയുന്നത് ഞാൻ എൻ്റെ ബ്രാഹ്മണ തത്വമെല്ലാം ഉപേക്ഷിച്ച് നിങ്ങളിലേക്ക് ഇറങ്ങി വരാം. അന്നേരം അവിടുത്തെ ട്രൈബൽ മെൻ പറയുന്നു, ആ ഹെഡ് പറയാണ് നാളെ ഉച്ചയ്ക്ക് സൂര്യൻ തലയ്ക്ക് മീതെ വരുമ്പോഴത്തേക്ക് നീ എന്ത് ചെയ്യണം, ഇവിടെ വരണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നെയ്ത്താലിയും കൂട്ടി അവളുടെ ട്രൈബൽ ഏരിയയിലേക്ക് വരുന്ന വഴിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന വിശാഖയും യവാക്രിയും തമ്മിലുള്ള ഇന്റർകോഴ്സ് കാണുന്നത്. ഇവര് റെയ്തിയടിക്ക് ചെന്ന് ഇദ്ദേഹം അരവസ് പറഞ്ഞു കൊടുക്കുന്ന ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും. സോ കറക്റ്റ് സമയത്തിന് നെയ്താലിയുടെ അടുത്തേക്ക് അല്ല ട്രൈബൽ പീപ്പിൾസിന്റെ അടുത്തേക്ക് എത്താൻ ഇദ്ദേഹത്തിന് സാധിക്കുന്നത്. സോ ആ ഒരു സമയം തന്നെ ട്രൈബൽ പീപ്പിൾസ് എന്ത് ചെയ്യുന്നു, ഇദ്ദേഹത്തിന് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും മറ്റൊരു പുരുഷനുമായിട്ട് മറ്റൊരു വ്യക്തിയുമായിട്ട് നെയ്താലിയുടെ വിവാഹം നടത്തുകയും ചെയ്യുന്നു. ഓക്കെ, അത് ഫസ്റ്റ് ആക്ടിലെ കഴിഞ്ഞ കാര്യമാണ്. സോ തേർഡ് ആക്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് എന്താ കാണാൻ സാധിക്കുന്ന? തേർഡ് ആക്ടില് നെയ്താലി നൗ എ മാരീഡ് വുമൻ കംസ് ടു അരവസു ടു നേഴ്സ് ഹിം ബാക്ക് ടു ഹെൽത്ത്. അന്നേരം എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് എല്ലാവരാലും മർദ്ദിക്കപ്പെട്ട് കിടക്കുന്ന വ്യക്തിയാണ് ആര്? അരവസ്. സോ ആ അരവസിനെ തിയേറ്റർ മാനേജറും നെയ്താലിയും ചേർന്ന് രക്ഷപ്പെടുത്തുകയാണ്. നെയ്താലി തന്റെ ഭർത്താവിനെ പോലെ ഉപേക്ഷിച്ചിട്ട് വന്നിട്ട് അരവസുവിനെ നോക്കുന്നു. The play juxtaposes the contrasting situation. The playwright here explores the two worlds, a stormy sentimental world that is characterized by greed, wickedness and sensuality, and a fragile sensitive world that is characterized by love, generosity. നമുക്ക് ഇവിടെ ഇതിൻ്റെ അത് രണ്ട് വേൾഡ് നമുക്ക് കാണാൻ പറ്റും. ഏതൊക്കെയാണ്? സ്ട്രോമി സെന്റിമെന്റൽ വേൾഡ് അല്ലെ, ഗ്രീഡും വിക്കഡ്നെസ്സും സെൻസ്വാലിറ്റി ഒക്കെ ഉള്ള ഏരിയ. ഇപ്പം റീബിയുടെ കാര്യത്തിൽ എന്താണ്? സെൻഷ്വാലിറ്റി, ലെസ്ഫുൾനെസ്. അതുപോലെ തന്നെ എന്താണ് യവാക്രിയുടെ കാര്യത്തിൽ വിക്കഡ് മാനറിൽ കൂടെ എന്ത് ചെയ്യുക, നോളജ് നേടിയെടുക്കുക. അതുപോലെ തന്നെ തന്റെ സഹോദരനോട് എന്തായിരുന്നു ഈ പറയുന്ന പരവസിനുള്ളത്? ഗ്രീഡായിരുന്നു. അതുപോലെ തന്നെ റീബിക്ക് മകനോടും ഗ്രീഡായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു സെന്റിമെന്റൽ വേൾഡ് നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു ലോകവും ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കും. അതെന്ന് പറയുന്നത് ഫ്രജൈൽ സെൻസിറ്റീവ് വേൾഡ് ആണ്. ലവും ജനറോസിറ്റിയും ഒക്കെ ഉള്ള വേൾഡ്. മീൻസ് അരവസുവിനും നീതാലിക്കും ഇടയിലുള്ള ആ ഒരു റിലേഷൻഷിപ്പാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. Okay, Arabia, Paravasu and Yavakri represent a world of villainy, malaise, ill will, whereas Nithali and Aravasu represent a world of love and benevolence. ഇതിനകത്ത് റേബിയും പരവസും യവാക്രിയും ഒക്കെ ഉള്ളത് വില്ലേനിയസ് ആയിട്ട് അല്ലെങ്കിൽ മലേനിയസ് ആയിട്ട് അല്ലെങ്കിൽ ഇൽ ഹെൽത്ത് ആയിട്ടുള്ള ഒരു ലോകമാണെങ്കിൽ നീതാലിയും അരവസും ഉള്ളത് വളരെ സ്നേഹം നിറഞ്ഞ ബെനവലന്റ് ആയി ജനറസ് ആയിട്ടൊരു ലോകത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. The act concludes with the instruction of actor manager to Aravasu about the rules of mask performance. The epilogue takes the audience from the world of Yavakri to that of Indra, Vishwarupa, Vritra, a play within the play in which Aravasu is going to perform the role of Vritra, the demon. So, ഇതിൻ്റെ അകത്ത് നമ്മൾ കാണാൻ സാധിക്കുന്നത് എന്താണ്?
അവസാനത്തെ എപ്പിലോഗിലേക്ക് വരുമ്പോഴത്തേക്ക് ആ ഒരു പ്ലേ വിതിൻ ദ പ്ലേ ആണ് കാണിക്കുന്നത്. അന്നേരം ഒരു സൈഡിൽ യജ്ഞം നടക്കുന്നു, അതേ സമയത്ത് ഇപ്പോഴത്തേക്ക് എന്ത് നടക്കുന്നു, ആ ഒരു തിയേറ്റർ പെർഫോമൻസ് നടക്കുകയാണ്. അരവസു ആക്ടിംഗ് മാനേജർ വരുന്നു, അരവസുവിനെയും കൂട്ടിയിട്ടാണ് വരുന്ന ഒരു മാസ്ക് പെർഫോമൻസ് ആണ് അവർ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, and epilogue takes the audience from the world of Evakri to that of Indra, Vishwarupa and Vritra, a play within the play. അന്നേരം ഇതിന് ഏവാക്രിയുടെ ലോകം ഒക്കെ കഴിഞ്ഞു, അതിനുശേഷം ഇന്ദ്രന്റെയും വിശ്വരൂപന്റെയും വൃത്രയുടെയും പ്ലേ ആണ് ഇനി വരാൻ പോകുന്നത്. സോ അരവസു is going to perform the role of Vritra the demon ആയിട്ടുള്ള വൃത്രന്റെ റോളാണ് ഈ പറഞ്ഞിട്ടുള്ള അരവസു എടുത്തിട്ടുള്ളത്. Vishwarupa and Vritra, the son of Brahma, meet and embrace each other. Indra, their eldest brother, feels jealous of Vishwarupa, thinking that his greatness and popularity is eclipsed his personality. വിശ്വരൂപനും വൃത്രനും അതുപോലെ തന്നെ ആരാണ്, ഇന്ദ്രനും ബ്രഹ്മന്റെ മക്കളാണ്. ഓക്കെ, അവര് മൂന്നുപേരും എന്ത് ചെയ്യുന്നത്, ഭയങ്കര സ്നേഹത്തിലാണ്. ഇവരുടെ ഏറ്റവും മൂത്ത സഹോദരനാണ് ഇന്ദ്രൻ. ഇന്ദ്രന് വിശ്വരൂപനോട് വളരെ പകയുണ്ട്. കാരണം എന്താ, തന്നെക്കാളിലും പോപ്പുലറൈസ് ആയിട്ട് ആര് മാറുന്നു, വിശ്വരൂപൻ മാറുന്നു എന്നൊരു തോന്നല് ഇന്ദ്രന്റെ മനസ്സിലുണ്ടായി. സോ ഹി ഡിസൈഡ് ടു കിൽ വിശ്വരൂപ. ഇൻ ഓർഡർ ടു സക്സീഡ് ഹിസ് പ്ലാൻ, ഇന്ദ്ര organizes a fire sacrifice and invites വിശ്വരൂപ. അതിനുവേണ്ടി അദ്ദേഹം ഒരു യാഗം നടത്തുകയാണ്. ആ യാഗത്തിലേക്ക് വിശ്വരൂപനെ ക്ഷണിക്കുന്നു. The moment Vishwarupa tries to enter along with Vritra, Indra stops him, objecting to the company of Vritra, being a demon, a Rakshasa. When Vishwarupa was offering obligations to gods, Indra moved behind and plunges its thunderbolts into Vishwarupa's back. അങ്ങനെ വിശ്വരൂപനും വൃത്രനും കൂടെ ഒരുമിച്ചാണ് ഇന്ദ്രന്റെ യാഗാഗ്നിക്ക് പങ്കെടുക്കാനായിട്ട് വരുന്നത്. അന്നേരത്തേക്ക് ഇന്ദ്രൻ പറയാണ്, വൃത്രൻ എന്താണ്, ഒരു ഡീമൺ ആണ്, അതുകൊണ്ട് തന്നെ ഡീമൺ ആയിട്ടുള്ള വൃത്രനെ അകത്തേക്ക് കയറ്റാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ യാഗം നടക്കുന്ന സ്ഥലത്തേക്ക് വിശ്വരൂപനെ മാത്രം ആനയിച്ചു കൊണ്ടുപോവാണ്. അങ്ങനെ ആ യാഗത്തിന്റെ ഇടയിൽ അദ്ദേഹത്തിന്റെ തണ്ടർ ബോൾട്ട്, ഇന്ദ്രന്റെ കയ്യിലിരിക്കുന്ന ഒരു ആയുധമാണത്, തണ്ടർ ബോൾട്ട്. സോ അത് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, വിശ്വരൂപന്റെ ബാക്കിൽ നിന്ന് അദ്ദേഹം കുത്തുന്നു. Vishwarupa collapses, screaming loudly. This event of fratricide enacted on the stage renders Paravasu guilt conscious. ശരിക്കും പറഞ്ഞാൽ അത് സ്റ്റേജിൽ ഇങ്ങനെ കളിച്ച് കാണിക്കുമ്പോഴത്തേക്ക് ഈ തന്റെ ഒരു സഹോദരൻ തന്റെ മറ്റൊരു സഹോദരനെ പിറകിൽ നിന്ന് കുത്തുന്നത് ആ സ്റ്റേജിൽ കാണിക്കുമ്പോഴത്തേക്ക് പരവസുവിന് കുറ്റബോധം കൊണ്ട് അവന്റെ മനസ്സ് നേറുകയാണ്. By using the Brechtian technique of a theatre audience contact, Karnad throws light on the reciprocal relationship between the theatre and life. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബ്രീഷ്യൻ ടെക്നിക്ക് തിയേറ്ററിൽ കാണിക്കും. ബ്രീഷ്യൻ ടെക്നിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു പ്ലേ വിതിൻ ദ പ്ലേ ആണ്. അതിൻ്റെ അകത്ത് മറ്റൊരു കഥാപാത്രത്തിന് ഈ കഥാപാത്രം പെർഫോം ചെയ്യുന്ന കാണുമ്പോൾ വേറെ ഏതെങ്കിലും കഥാപാത്രങ്ങൾക്ക് മാനസിക ചാഞ്ചല്യം ഉണ്ടാകും. അതാണ് ബ്രീച്ചിയൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇതേ ടെക്നിക്ക് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഷേക്സ്പിയറിന്റെ ഹാംലെറ്റില് ക്ലോഡിയസിന് ഉണ്ടാകുന്നത്. ഓക്കെ, by using Brechtian technique of audience of the theatre audience contact, Karnad throws light on the reciprocal relationship between the theatre and life. Brahmaraksha, who is pleading Paravasu for his release, now leaves him. Okay, അന്നേരത്തേക്ക് ബ്രഹ്മരക്ഷ ഇത്രയും നാളും പരവസുവിനെ സംരക്ഷിച്ചു പോന്നിരുന്ന ഒരു സ്പിരിറ്റ് ആയിരുന്നു ആര്, ബ്രഹ്മരക്ഷ. അന്നേരം പരവസുവാണ് തന്റെ സഹോദരനെ ചതിച്ചത്, അതുപോലെ തന്നെ തന്റെ മാസ്റ്റർ ആയിട്ടുള്ള റെയ്തിയെ കൊന്നതെന്ന് അറിഞ്ഞ ബ്രഹ്മരക്ഷകൃത്ത പരവസുവിനെ വിട്ട് അവനെ വിട്ട് ഒഴിഞ്ഞു പോവുകയാണ്. ഓക്കെ, ദ ഓഡിയൻസ് ഇസ് ഗ്രേറ്റ്ലി പെർപ്ലക്സ്ഡ് അറ്റ് ദ ഇൻക്രീസിംഗ് സൗണ്ട് ആൻഡ് ഗസ്റ്റേഴ്സ് ഓൺ ദ സ്റ്റേജ്. ഇന്ദ്രാസ് വിഷ്യസ് ലാഫ്റ്റർ, വിശ്വരൂപാസ് ഹാർട്ട് rendering screaming, Parvasu's anxious outbursts, all seems mounting towards terrific emotional എക്സ്പ്ലോഷൻ. ഇന്ന് നമ്മൾ സ്റ്റേജിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഓഡിയൻസിന് എന്താണ് കാണാൻ സാധിക്കുന്നത്, ഇന്ദ്രൻ അലറി വിളിക്കുകയാണ്. വിശ്വരൂപനെ കൊന്നതിന് ശേഷം ഇന്ദ്രൻ അലറി വിളിക്കുകയാണ്. അതുപോലെ തന്നെ ആ ഒരു സമയത്ത് തന്നെ പരവശുവിനും ആങ്സൈറ്റി കൂടിയിട്ട് അയാൾ പൊട്ടിത്തെറിക്കുകയാണ്. അയാൾ ഉടനെ പറയുകയാണ്, ഞാനാണ് എൻ്റെ ഫാദറിനെ കൊന്നതെന്ന് പറയുന്നത്. ഇൻ ദിസ് റിഗാർഡ് വനശ്രീ ത്രിപാഠി റൈറ്റ്ലി ഒബ്സർവ്സ് Paravasu, Aravasu, parallel with Indra and Vritra and Vishwarupa is complete. ശരിക്കും അതിൻ്റെ അകത്ത് വനശ്രീ ത്രാപ്തി
ഇതിനെ കൈകാര്യം ചെയ്ത് എങ്ങനെയാണ് അല്ലെങ്കിൽ നിരീക്ഷിച്ചത് എങ്ങനെയാണ്, ഈ ഒരു ഘട്ടത്തില് പരവശവും അരവശവും ഇന്ദ്രനും വൃത്രനും തുല്യരായിരിക്കും. ഓക്കെ, വിശ്വരൂപനും തുല്യരായിരിക്കും. ആ പരവശു അരവശു ആ ഒരു പ്ലോട്ട് ഇന്ദ്രന്റെ വൃത്തന്റെയും വിശ്വരൂപന്റെയും പ്ലോട്ടിന് പാരലായിട്ട് വന്നിരിക്കുന്നു. പരവശു കാളിംഗ് ദി ഡീമൻ ബ്രഹ്മരക്ഷ loudly reverberates the Aravasu, a recognition of himself as Vritra the demon. Reality is doubled and tripled as Aravasu finds himself enacting two roles, all set to revenge the fratricide of Indra, a prototype of brother's action. ഇതിന്റെ നമ്മൾ എന്താ കാണാൻ സാധിക്കുന്നത്? പരവശു കോളിംഗ് ഡീമൻ ബ്രഹ്മരക്ഷ. അന്നേരം അയാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പരവശു ബ്രഹ്മരക്ഷനെ വിളിക്കുന്നുണ്ട് ഉറക്കനെ. പക്ഷെ the Aravasus recognition of himself as a demon Vritra ആ ഒരു സമയം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അരവസുവിന്റെ ശരീരത്തിലേക്ക് ആ വൃത്രന്റെ ഡീമൺ കയറുകയാണ്. ഓക്കെ, സോ റിയാലിറ്റിയിൽ അത് ഡബിൾ ആവുകയാണ്. മീൻസ് യഥാർത്ഥ ഡീമൺ ആയിട്ടുള്ള ബ്രഹ്മരക്ഷ കൃത്യ പരവസുവിനെ വിട്ടുപോയി. അതേസമയം തന്നെ വൃത്ര എന്ന് പറയുന്ന ഡീമൺ അരവസുവിന്റെ ശരീരത്തിലേക്ക് കയറുകയാണ്. അവൻ ആ മാസ്ക് ധരിച്ചത് കൊണ്ട് പെട്ടെന്ന് അവന്റെ ശരീരത്തേക്ക് അത് ആവാഹിച്ച് കയറുകയാണ്. സോ റിയാലിറ്റി ഡബിൾ ആവുകയാണ്, ട്രിപ്പിൾ ആവുകയാണ്. എങ്ങനെ? അരവസു ഫൈൻഡ് ഹിംസെൽഫ് ആക്ടിങ് ടു റോൾസ്. അരവസു ഒരേ സമയം സഹോദരനുമാണ്, ഇപ്പൊ എന്തുവാണ്? വൃത്രനുമാണ്. സോ അയാൾക്കുള്ളിൽ എന്ത് കൂടുന്നു? ഈ പറയുന്ന ഡിമോണിറ്റി കൂടുന്നു. അയാൾ മനസ്സിലാക്കാണ് തന്റെ സഹോദരനായ വിശ്വരൂപനെ വധിച്ചത് ഇന്ദ്രനാണെന്ന് അയാൾ പറയുന്നു. എ പ്രോട്ടോടൈപ്പ് ഓഫ് ബ്രദേഴ്സ് ആക്ഷൻ. ഇൻ വിശ്വരൂപാസ് ഡൈയിങ് എക്സ്ക്ലമേഷൻ, യു ബ്രദർ വൈ ഐ ട്രസ്റ്റഡ് യു, ദ മെമ്മറി ഓഫ് ഗ്രോസ് ബിട്രയൽ ഓഫ് ഹിസ് ബ്രദർ ബിക്കം ഫ്രഷ് ഇൻ അരവസൂസ് മൈൻഡ്. എന്നിട്ട് ആ ഒരു ക്വസ്റ്റ്യനില് അരവസു ഇങ്ങനെ ചോദിക്കുകയാണ്, യു ബ്രദർ വൈ ഐ ട്രസ്റ്റഡ് യു, ഞാൻ നിങ്ങളെ എന്തിനു വേണ്ടിയിട്ടാണ് വിശ്വസിച്ചത്? ശരിക്കും പറഞ്ഞത് നിങ്ങളല്ലേ പറഞ്ഞത് എന്റെ പിതാവിന്റെ സാക്രിഫൈസ്, ആ ഒരു ചിതയൊക്കെ ഒരുക്കുക, പിതാവിനെ ലിബറേഷൻ ചെയ്യാനുള്ള വേസ് ഒക്കെ നിങ്ങൾ നോക്കാൻ എന്നെ അല്ലേ ഏൽപ്പിച്ചത്? അല്ല, ഞാൻ ഒരിക്കലും എന്റെ പിതാവിനെ വധിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞ നിങ്ങൾ ജീവിച്ചിരിക്കുന്ന എന്നെയാണ് ഇല്ലാതാക്കുന്നത്. ആ ഫ്രാക്ടിസൈഡ് ആണ് നിങ്ങൾ ചെയ്തതെന്ന് പറയുന്നു. Aravasu, forgetting that his acting is about to attack Indra. However, Nithali comes and takes off his mask of Vritra. Her interface makes Aravasu normal. അന്നേരത്തേക്ക് നീതാലി വന്നിട്ട് അവളുടെ മാസ്ക് മാറ്റുന്നു, വൃത്തന്റെ മാസ്ക് വലിച്ചൂരി കളയാണ്. കാരണം ഇന്ദ്രനായിട്ട് ആക്ട് ചെയ്യുന്ന ആരാണ്? ആക്ടർ മാനേജറാണ്. അയാളെ ഈ പറഞ്ഞ അരവസു അറ്റാക്ക് ചെയ്യുകയാണ്. ഇന്ദ്രനാണെന്ന് ഉള്ള വിചാരത്തിൽ അദ്ദേഹത്തിനെ അറ്റാക്ക് ചെയ്യും. ആ സമയത്ത് നീതാലി ഓടി വന്നിട്ട് അരവസുവിന്റെ മുഖത്തിരുന്ന് വൃത്രന്റെ മാസ്ക് ഊരിമാറ്റുകയാണ്. അയാൾ നോർമൽ മോഡിലേക്ക് മാറുന്നു. But at the same moment, her brother and husband reach the spot and she is killed mercilessly with a knife by her husband. She dies like a sacrificial animal. രണ്ടാമത്തെ സാക്രിഫൈസ് ആണ് ഇവിടെ നടക്കുന്നത്. എന്താണ്? ആ ഒരു സമയത്ത് നെയ്താലി നമ്മുടെ അരവസിനെ രക്ഷിച്ചത് കണ്ടിട്ട് ആര് വരുന്നത്? ബ്രദറും ഹസ്ബൻഡും കൂടെ അവളുടെ വരികയാണ്. അവരൊരു നൈഫ് ഉപയോഗിച്ചിട്ട് നെയ്താലിയെ കൊല്ലുന്നു. സോ നെയ്താലി ഇവിടെ ഒരു സാക്രിഫിഷ്യൽ ആനിമൽ ആയിട്ട് മാറുകയാണ്. അരവസു takes her corpse to the sacrificial place. The voice of Indra is heard from the sky saying, Aravasu, son, don't grieve. Ask for any boon and it shall be granted. അരവസു ആകെ തകർന്നടിഞ്ഞ് പോവുകയാണ്. അരവസു ആ സാക്രിഫിഷ്യൽ പ്ലേസിലേക്ക് നമ്മുടെ നെയ്താലിയുടെ ബോഡിയും കൊണ്ട് പോകുന്നു. അന്നേരത്തേക്ക് ഒരു അശരീരി ആകാശത്ത് നിന്ന് വരികയാണ്. അരവസു, സൺ, ഡോണ്ട് ഗ്രീവ്, ആസ്ക് ഫോർ എനി ബോൺ, ഇറ്റ് ഷാൾ ബി ഗ്രാൻഡഡ്. നീ എന്ത് കാര്യം ചോദിച്ചാലും ഞാൻ തരുമെന്ന് പറയുന്നു. അരവസു വാണ്ട്സ് ദ ലൈഫ് ഓഫ് ഹിസ് ബിലവഡ് ടു ബി റീസ്റ്റോർഡ്, ബട്ട് ബ്രഹ്മരക്ഷ ഇംപ്ലോസ് ഹിം ഫോർ ഹിസ് ഓൺ റിലീസ്. അന്നേരത്തേക്ക് അരവസു എന്താ പറയുന്നത്? എനിക്ക് എന്ത് വേണം? തിരിച്ചെന്റെ നെയ്താലിയെ വേണോന്ന് പറയും. പക്ഷെ അന്നേരത്തേക്ക് ആൾക്കാരെല്ലാം പിന്നെ പറയുന്നുണ്ട് റെയിൻ വേണം, റെയിൻ വേണോന്ന് പറയുന്നു. അന്നേരത്തേക്ക് ബ്രഹ്മരക്ഷ കൃത്യ വന്നിട്ട് പറയുന്നത് എനിക്ക് ലിബറേഷൻ വേണോന്ന് പറയുന്നു. എനിക്ക് ലിബറേഷൻ വേണോന്ന് പറയുന്നു. അവനെ ഒന്ന് റിലീസ് ചെയ്യാൻ പറയുന്നു. അന്നേരത്തേക്ക് ശരിക്കും പറഞ്ഞ ആ ശരിക്കുള്ള മിത്തില് ബ്രഹ്മരക്ഷ കൃത്യ ഈ പറയുന്ന വിശാഖയുടെ ഒരു സ്പിരിറ്റ് ഫോം ചെയ്യുന്നുണ്ട്. ആ വിശാഖയുടെ സ്പിരിറ്റിന് ഒപ്പം പോവുകയാണ് ചെയ്യുന്നത്, അതിന്റെ ഒരു സ്ത്രീ സ്പിരിറ്റിനോടൊപ്പം. ഓക്കെ, പക്ഷേ ഇതിൻ്റെ അകത്ത് അത് ലിബറേഷൻ ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. സോ ദ പ്ലേ എൻഡ്സ് ഇൻ റെയിൻ. നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇന്ദ്രൻ ബ്രഹ്മരക്ഷ കൃത്യം വന്നിട്ട് എന്താ പറയുന്നത്? എനിക്ക് ലിബറേഷൻ വേണമെന്ന് പറയുന്നത്, റിലീസ് വേണമെന്ന് പറയുന്നത്. അന്നേരത്തേക്ക് അരവസു ചിന്തിക്കുകയാണ്, എന്തായാലും നെയ്താലി ജീവിച്ചിരുന്നെങ്കിൽ നെയ്താലി എന്താണ് ആഗ്രഹിക്കുക? ഈ ബ്രഹ്മരക്ഷ കൃത്യക്ക് ഒരു ലിബറേഷൻ വേണം, അതിന് മോക്ഷം വേണമെന്നും അവള് ആഗ്രഹിച്ചിരുന്നേനെ. സോ നമ്മുടെ ഇന്ദ്രൻ പറയാണ്, നെയ്താലിയെ ഞാൻ ജീവിപ്പിച്ചാൽ
സമയം ബാക്കിലേക്ക് പോകും, സമയം പുറകോട്ട് പോകും. സമയം പുറകോട്ട് പോയാൽ പഴയ ആ എന്താ പരവസവും, അതുപോലെ പരവസവും ഓൾറെഡി ഇതിൻ്റെ ഇടയിൽ മരിച്ചു. സോ പരവസവും യവാക്രിയും അതുപോലെ തന്നെ റീബിയും ഭരദ്വജിയും അവരെല്ലാവരും തന്നെ എന്ത് പുനർജനിക്കും. ഈ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം തന്നെ വീണ്ടും ഉണ്ടാകും. അങ്ങനെ വരുമ്പോഴത്തേക്ക് അരവസ് പറയാണ് എങ്കിൽ വേണ്ട, ബ്രഹ്മരക്ഷകൃത്തിയെ എന്ത് ചെയ്യുക, റിലീസ് ചെയ്യാന്ന് പറയും. സോ അവന്റെ ആ ബെനോളന്റ് ആയിട്ടുള്ള മൈൻഡ്, അവന്റെ ആ ഹംബിൾ ആയിട്ടുള്ള മൈൻഡ് കണ്ടിട്ട് ഇന്ദ്രൻ പറയാണ് നീ ഈ സ്ഥലത്ത് മഴ പെയ്യട്ടെ എന്ന് പറയുന്നു. സോ അങ്ങനെ ഒരു മഴ പെയ്യുന്നതോടുകൂടിയാണ് ഈ പറയുന്ന പ്ലേ എൻഡ് ചെയ്യുന്നത്. ഹിയർ ദ റെയിൻ ഈസ് നോട്ട് ബിക്കോസ് ഓഫ് സാക്രിഫിഷ്യൽ റിച്വൽ ബട്ട് ബിക്കോസ് ഓഫ് ദ ഹ്യൂമൻ സാക്രിഫൈസ് ഇൻ ദ ഫോം ഓഫ് നെയ്താലി ആൻഡ് ഗ്രാൻഡ് ആൻഡ് നോബിൾ സാക്രിഫൈസ് ഓഫ് അരവസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലേയിൽ റെയിൻ ഫോം ചെയ്യുന്നത് ഇവർ നടത്തിയിട്ടുള്ള സാക്രിഫൈഷ്യൽ റിച്വൽ കൊണ്ടല്ല. യഥാർത്ഥ സാക്രിഫൈസ് എന്നാണ്, ആ ഹ്യൂമൻ സാക്രിഫൈസ് ആണ്. ശരിക്കും പറഞ്ഞാൽ അവൾ മരിച്ചത് കാരണമാണല്ലേ ആ ഹ്യൂമൻ സാക്രിഫൈസ് ഓഫ് മിതാലി ആൻഡ് ദ ഗ്രാൻഡ് ആൻഡ് നോബിൾ സെൽഫ് സാക്രിഫൈസ് ഓഫ് അരവസ്. തന്റെ പ്രിയതമ ഇനി തനിക്ക് വേണ്ട ഇല്ലേ, ആ പറയുന്ന കൃത്യ സ്പിരിറ്റിന് എന്ത് കൊടുത്താൽ മതി, ഒരു റിലീസ് കൊടുത്താൽ മതി എന്ന് ചിന്തിക്കുന്ന അവന്റെ ആ ഒരു സാക്രിഫിഷ്യൽ മൈൻഡും കൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് എന്ത് കിട്ടുന്നത്, ഇവിടെ റെയിൻ ഉണ്ടാകുന്നത്. Thus the Shakespearean technique of play within the play bridges gulf between the main plot and the subplot and it brings about the reversal of events. ഇതിന്റെ നമുക്ക് പ്ലേ വിതിൻ ദ പ്ലേ കാണാൻ പറ്റും. ഷേക്സ്പീരിയൻ ടെക്നിക് ആയിട്ടുള്ള, അതുപോലെ തന്നെ മെയിൻ പ്ലോട്ടിനും സബ് പ്ലോട്ടിനും ഇടയ്ക്ക് ഒരു ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ റിവേഴ്സൽ ഓഫ് ഇവന്റ്സ്, പുറകിലേക്ക് ഇവന്റ്സ് പോകുന്ന ആ ഒരു ടെക്നിക്ക് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങൾക്ക് 5 മാർക്സിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. സോ എസ് എ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൽ നിന്ന് തന്നെയുള്ള മാറ്റേഴ്സ് എഴുതിയാൽ മതിയാവും. അന്നേരം ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ മറ്റാൾക്കാർ പറഞ്ഞു, മറ്റാൾക്കാർ ഒബ്സർവ് ചെയ്തു എന്നിങ്ങനെ പറയുന്നുണ്ട്. സോ നമ്മളുടെ ഉദ്ദേശം എന്താണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ PG സ്റ്റുഡൻസ് എന്ന് വെച്ചാൽ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യേണ്ട ആൾക്കാരാണ്. ഒരു കാര്യത്തെ ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്യണം. സോ അന്നേരം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം, നമ്മൾ ഇന്ന ആൾക്കാർ ഇതിനെ പറ്റിയുള്ള പോയിന്റ് ഓഫ് വ്യൂ ഇങ്ങനെയാണ്. സോ അതൊക്കെ കുറച്ചൊന്ന് വായിച്ചു വെച്ച് നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിച്ചു പോവുക. ഇത് ഫസ്റ്റ് സെമ്മിലായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതുന്നത്. സെക്കൻഡ് സെമ്മിലാകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു പോകണം. കാരണം നമ്മുടെ ടെക്സ്റ്റ് പേപ്പർ നോക്കുന്നതോ നമ്മളുടെ മാർക്ക് ഷീറ്റ് നോക്കുന്നതോ ഒന്നും ഞങ്ങളായിരിക്കണം എന്ന് ഒരു നിർബന്ധവുമില്ല. Examine the symbolic significance of a fire and rain in the drama. The play originally written in Kannada and is titled as Agni Mattumale. The playwright himself explained the broader meaning of the word Agni. The mustard joking Sabridhi. He writes Agni is the Sanskrit word for fire, and being Sanskrit word it carries, even when used in Kannada, connotations for holiness of a ritual status of ceremony, which Kannada word for fire ബെങ്കി ഡസ് നോട്ട് പൊസസ്. ഇതിൻ്റെ അകത്ത് അദ്ദേഹം പറയുന്നുണ്ട് അഗ്നി മട്ടുമാല എന്നാണ് പറയുന്നത്. അഗ്നി എന്ന് പറയുന്ന ഒരു സാൻസ്ക്രിറ്റ് വേർഡാണ്. പക്ഷെ ഒരിക്കലും അദ്ദേഹം അതിൻ്റെ ഒരു കന്നഡ വേർഡായ ബെങ്കി ഉപയോഗിച്ചില്ല. കാരണം ബെങ്കി ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഈ അഗ്നി എന്നുള്ള ഒരു കൊണോട്ടേഷൻ ശരിക്കും കിട്ടുന്നില്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ടായിരുന്നു. അഗ്നി ഈസ് വാട്ട് ബേൺസ് ദ സാക്രിഫിഷ്യൽ ആൾട്ടാർസ്, ആക്ട് as witness at weddings and lit at cremations. It also the name of god of fire. സോ ഇത് പല രീതികളിൽ നമുക്ക് എന്ത് ചെയ്യുന്ന അഗ്നി യൂസ് ചെയ്യുന്നത്, വിറ്റ്നസ് അറ്റ് വെഡിങ്, അതുപോലെ ക്രിമേഷന്റെ സമയത്ത് സാക്രിഫിഷ്യൽ ആൾട്ടാർസിൽ എല്ലാം തന്നെ അഗ്നി കാണുന്നുണ്ട്. The fire connotes both the negative and positive human impulse such as anger, jealousy, revenge, betrayal and lust. ഇല്ലേ, ഫയറിനെ പല രീതിയിൽ നമ്മൾ കൊണോട്ട് ചെയ്യുന്നുണ്ട്, പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും. എന്തൊക്കെയായിട്ടാണ്, ആങ്കർ, ജലസി, റിവെഞ്ച്, ബിട്രയൽ, ലസ്റ്റ്, ഇതെല്ലാം തന്നെ തീയുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ പറയാറുണ്ട്. While rain on contrary denotes the rain on human love and sacrifice, compassion, forgiveness, റിവൈവൽ, റീജനറേഷൻ. പക്ഷെ റെയിൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഹ്യൂമൻ സാക്രിഫൈസ്, ഹ്യൂമൻ ലവ്, ഹ്യൂമൻ കമ്പാഷൻ, നമ്മുടെ ഫോർഗീവ്നെസ്, റിവൈവൽ, റീജനറേഷൻ, ഇതുമൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞ റെയിൻ എന്ന് പറയുന്ന കാര്യം connote ചെയ്യുന്നു. Commenting on various meanings of Agni, P. Jayalakshmi appropriately states Agni works as anger and revenge in Arabia, Paravasu and Yavakri. അത് ജയലക്ഷ്മി ഇതിൻ്റെ അകത്ത് അപ്രോപ്രിയേറ്റ് അദ്ദേഹം അവർ നിരീക്ഷിച്ച എങ്ങനെയാണ്, അഗ്നി എന്ന് പറയുന്നത് എങ്ങനെയാണ്, ആങ്കർ ആൻഡ് റിവെഞ്ച് ഇൻ റേബ്യ, റേബ്യയിൽ ആങ്കറും റിവെഞ്ചുമായിട്ട് അഗ്നി വർക്ക് ചെയ്യുമ്പോഴത്തേക്ക്
പരവസൂലും യവാക്രിയിലും ഇത് തന്നെയാണ് ചെയ്യുന്നത്. അന്നേരം പരവസൂലും യവാക്രിയിലും റേബിയയിലും അഗ്നി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? റിവെഞ്ച് ആയിട്ടും ആങ്കർ ആയിട്ടും അതുപോലെ തന്നെ റേബിയയിൽ എന്തായിട്ട് ലെസ്റ്റ് ആയിട്ടും ഇത് വർക്ക് ചെയ്യും. ഇറ്റ് ബേൺസ് ഇൻ വിശാഖ, ഇറ്റ് ബേൺസ് as lust and in people as a hunger due to persisting drought. എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? വിശാഖയിലും റേബിയയിലും ഇത് ലെസ്റ്റ് ആയിട്ട് മാറുന്നുണ്ട്. റേബിയക്ക് വിശാഖയോടുള്ള ലെസ്റ്റ് ആയിരുന്നു, റേബിക്ക് മകനോടുള്ള എന്തായിരുന്നു? റിവെഞ്ച് ആയിരുന്നു, റേബിക്ക് യവാക്രിക്ക് പരവസൂനോടുള്ള എന്തായിരുന്നു? ആങ്കർ ആയിരുന്നു. സോ ഇതെല്ലാം തന്നെ അഗ്നിയുടെ പല ഫോംസുകളാണ്. ഇൻ വിശാഖ ഇറ്റ് ബേൺസ് as lust. പക്ഷെ അവിടെ ആ നാട്ടുകാരുടെ അവസ്ഥയിൽ എങ്ങനെയായിരുന്നു? അവർക്ക് ഇത് വിശപ്പിന്റെ തീയായിരുന്നു. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പെർസിസ്റ്റിംഗ് ഡ്രോട്ട്, വരൾച്ചയുടെ തീയായിരുന്നു അവർക്ക് അനുഭവപ്പെട്ടത്. സോ തീയുടെ പല ഫോമുകളാണ്. ഇൻ ഓൾ ഓഫ് ദം എക്സെപ്റ്റ് ഇൻ വിശാഖ അഗ്നി ബേൺസ് ആസ് എ സാക്രിഫിഷ്യൽ ഫയർ വിതൗട്ട് ഇറ്റ്സ് അക്കമ്പനിയിങ് റേസ് ആസ് വിഷൻ ഓർ ലൈറ്റ്. ഇതില് വിശാഖയ്ക്ക് ഒഴിച്ച് ബാക്കി എല്ലായിടത്തും അഗ്നി എന്ത് ചെയ്യുന്നു? ബേൺസ് എ സാക്രിഫിഷ്യൽ ഫയർ. അവിടെയൊക്കെ ഒരു സാക്രിഫിഷ്യൽ ഫയർ ആയിട്ട് അഗ്നി ഉണ്ട് അല്ലേ? വിതൗട്ട് അക്കമ്പനിയിങ് റേസസ് വിഷൻ ഓർ ലൈറ്റ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്രേസ് ഇല്ലാത്ത, ഒരു നന്മയില്ലാത്ത ഒരു തരത്തിലുള്ള സാക്രിഫിഷ്യൽ ഫയർ ആയിട്ട് അഗ്നി അവിടെ ബേൺ ചെയ്യുന്നുണ്ട്. പക്ഷെ വിശാഖയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, റേബിയ അവളെ എന്താ മൊളസ്റ്റ് ചെയ്യുന്നുണ്ട്, പരവസും അവളെ ഡിനേ ചെയ്യുന്നുണ്ട്. അന്നേരത്തേക്കാണ് യവാക്രിയുടെ ആ ഒരു എൻട്രൻസ് വരുന്നത്. യവാക്രിക്ക് അവളോടുള്ള ഇഷ്ടം സത്യമാണെന്ന് ധരിച്ചിട്ടാണ് വിശാഖ അവളുമായിട്ട് ലെസ്ഫുൾ റിലേഷനിൽ ഏർപ്പെടുന്നത്. സോ അതെന്ന് പറയുന്നത് വളരെ മോശമായിട്ട് ഇവിടെ ചിത്രീകരിച്ചിട്ടുമില്ല. So, however, this apparently overarching element of Agni or fire in the title of the play burns to convey the lessons the human being must learn from the subjugation of one's ego to the universal being. അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ ഈഗോയെ ഈ പറഞ്ഞ അഗ്നിയുമായിട്ട് ബന്ധപ്പെടുത്താം. നമ്മളുടെ ഈഗോയെ നമ്മൾ എന്ത് ചെയ്യുക? സബ്ജുഗേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു യൂണിവേഴ്സൽ ആസ്പെക്ട് മുതിരാതെ, എല്ലാവരെയും തുല്യമായി കാണാതെ, അല്ല നമ്മൾ ചെയ്യുന്നത് മാത്രമാണ് ശരി, അല്ലെങ്കിൽ നമ്മളാണ് എന്തോ വലുതെന്ന് ചിന്തിക്കുന്നത് അഗ്നിയാണ്. Okay, much of the agony in the lives of major characters played out in the canvas of the human consciousness till they learn these all essential lessons of humility. So ഈ പറഞ്ഞ എല്ലാ ക്യാരക്ടേഴ്സിലൂടെയും നമുക്ക് ആ കോൺഷ്യസ്നെസ് നമുക്ക് കാണാൻ സാധിക്കുന്ന എന്താണ്? ഈ പറഞ്ഞ ഹ്യൂമിലിറ്റി ആണ്. സോ അവരുടെ എല്ലാം ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നവും ഈ പറഞ്ഞ അഗ്നിയുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കും. സോ നിങ്ങൾക്ക് ഈ പാഠം മനസ്സിലായോ? മനസ്സിലായി. മനസ്സിലായി.